ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ നമ്മൾ ഉച്ചവരെ വീട്ടിൽ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് ഫുഡൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഒന്ന് കണ്ണൂർ വരെ പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം പോയത് അയ്ക്കര ഫിഷ് മാർക്കറ്റിലോട്ടോ കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ് അവിടുത്തെ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകളുണ്ടായിരുന്നു, പിള്ളേർക്ക് അവധി ആയതുകൊണ്ടും അതുപോലെ ഫോറിനേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അവിടെ ആകെ തോന്നിയൊരു പ്രശ്നം, നിറയെ തെരുവ് നായ്ക്കളാണ്. ഈ മീനൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ പിള്ളേരെയൊക്കെ കൊണ്ട് കുറച്ച് നമ്മൾ കെയർഫുള്ളായിട്ട് വേണം കേട്ടോ അതിലേ പോകാൻ. അങ്ങനെ ബോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു കേട്ടോ, കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച്. കടലിലും ബോട്ടുകളുണ്ടായിരുന്നു, അതുപോലെ കരയ്ക്കും കുറേ ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രണ്ടുപേർ അവിടെ ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പല ഭാഗത്തായിട്ട് കുറേ പേരിരുന്ന് മീൻ. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകണ്ടേ. അങ്ങനെ ഞങ്ങൾ കോട്ടയം പോകാനാണ് തീരുമാനിച്ചത്. പക്ഷെ ചെന്നപ്പോൾ നിർഭാഗ്യവശാൽ കോട്ടയം അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് നമ്മൾ നേരെ പോയത് പയ്യാമ്പലം ബീച്ചിലോട്ടാണ് കേട്ടോ. അവിടുന്ന് നമ്മൾ ടോക്കണൊക്കെ എടുത്ത് ഉള്ളിൽ കയറിയ പിള്ളേർ പാർക്കിൽ പോകാനുള്ള തിരക്കിലാണേ പോക്ക്. അവിടെ നിറയെ ആളുകളുണ്ടായിരുന്നു കേട്ടോ, അവധിയായതുകൊണ്ടും അതുപോലെ തന്നെ എന്തോ ഫാമിലി ട്രിപ്പൊക്കെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിള്ളേർ രണ്ടുപേരും സ്ലൈഡേ കയറുക കേട്ടോ. ഞാനോർത്ത് അവിടെ നിന്ന് നേരെ വന്ന് മണ്ണിലാണ് നിൽക്കുന്നതെന്നെ. പക്ഷെ അത് അവിടെ തന്നെ അതിൻ്റെ എൻഡിങ്ങിൽ തന്നെ വന്ന് നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പിള്ളേർ നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് നിറയെ ചെമ്പക മരങ്ങളാട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇങ്ങനെ താറാവ് പോലെ വട്ടം കറങ്ങുന്നത്തെ ഞങ്ങളിങ്ങനെ ഡൂഡുവിനെ പിടിച്ചിരുത്തി കേട്ടോ. പക്ഷെ പേടിയായതുകൊണ്ട് ഡൂഡു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങിയേ. പിള്ളേരതേ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പക്ഷെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നേ. അവിടുന്ന് നേരെ പോയത് ഊഞ്ഞാലാടാനാട്ടോ. എമ്മാനും ആദ്യം പോയി ഊഞ്ഞാലെ സീറ്റ് പിടിച്ചിട്ടുണ്ടേ. അവിടെ ഇതുപോലെ തന്നെ ചെമ്പക മരങ്ങളുണ്ടായിരുന്നു കേട്ടോ, നിറയെ പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്, ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാൻ കേട്ടോ. അതിൻ്റെ നല്ലൊരു സ്മെല്ലും. പിന്നെ സ്ലൈഡുകളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടുപേരും അതേ പോയി കയറി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബീച്ചിലോട്ടാണ് പോകുന്നത്. അവിടെ ഇങ്ങനെ ഒരു ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ, ഐസ്ക്രീമും ബജിയും ഒക്കെ കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് കോളിഫ്ലവർ ഫ്രൈ ആണ് വാങ്ങിച്ചതിൻ്റെ കൂടെ ചമ്മന്തി, നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഐസ്ക്രീമേലോട്ടാണല്ലോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പല ഫ്ലേവറുള്ള ഐസ്ക്രീം മേടിച്ചു കേട്ടോ. ബ്ലൂബെറി, സ്ട്രോബെറി, വനില. എനിക്ക് വനിലയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ വനില മേടിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ തന്നെ നമ്മൾ കടലിലോട്ട് നടന്നെടുത്തുകൊണ്ടിരിക്കുവാണേ. ഇതാണ് വൈകുന്നേരം ആയപ്പോൾ ഉള്ളൊരു വ്യൂ കേട്ടോ. എന്ത് ഭംഗിയല്ലേ ആകാശമൊക്കെ കാണാൻ. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ. പിന്നെ പഞ്ഞിമിഠായിക്കാരനെല്ലാം നടപ്പുണ്ടായിരുന്നു കേട്ടോ. എമ്മാനും ചേട്ടായും ഡൂഡിക്കുട്ടനും വെള്ളത്തിലിറങ്ങാനായിട്ട് പോയേ. എനിക്കും ബേബിക്കുട്ടനും ഈ കാര്യത്തിൽ നിന്ന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കരയിലാണ് നിന്നത്. ചേട്ടായും പിള്ളേരും യാത്രയിൽ ഓരോ മൊമെൻറ്റ്സ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നവരാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകുന്നത് ഫുഡ് കഴിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും അൽക്കുലത്തെ സാധനങ്ങൾ വാങ്ങിക്കാനുമാണ്. പിന്നെ അതുപോലെ അവിടെ തിരിച്ചു വരുന്ന വഴിക്ക് അതിൻ്റെ സൈഡിലായിട്ട് തന്നെ കുറച്ച് ഫ്രൂട്ട്സ്, അതുപോലെ മാങ്ങ, ഇതൊക്കെ മിക്സ്ഡ് ഫ്രൂട്ട്സ് ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മിക്സ്ഡ് ഫ്രൂട്ട് ഒരു പ്ലേറ്റ് വാങ്ങിച്ചു കേട്ടോ. അതിൻ്റെ മേളിൽ ഒരു അച്ചാർ പോലെ എന്തോ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അവിടുന്ന് നേരെ ഇറങ്ങി നമുക്ക് കണ്ണൂർ വന്നാൽ പിന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ കയറാതെ പോകുന്നത് മോശമല്ലേ. അങ്ങനെ ഞങ്ങൾ നേരെ പോയി സ്റ്റുഡിയോയിലോട്ടാണ് കേട്ടോ. പക്ഷേ എല്ലാം ഒന്ന് കയറി ഇറങ്ങി കണ്ടതല്ലാതെ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. മക്കൾക്ക് 2 ടീഷർട്ട് അങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചുള്ളേ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയത് KFC-ലോട്ടാട്ടോ. AFC MFC ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ചേട്ടനായ KFC ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കിട്ടാനായിട്ട് കാത്തു നിൽക്കാനുള്ള ചിരിയാണ് ഞങ്ങളുടെ 3 പേരുടെ മുഖത്തെ. അങ്ങനെ നമുക്ക് സാധനം കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ആയിട്ട് വേഗം പുറത്തിറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ കണ്ണൂരിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകുന്നു കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ കണ്ണൂരത്തെ കോക്ടെയിൽ കുടിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നേ. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ നല്ല തിരക്കായിരുന്നു. മക്കളൊക്കെ ക്ഷീണം പിടിച്ചതുകൊണ്ട് പിന്നെ ഞങ്ങളൊരു കരിക്കിൻ ജ്യൂസ് കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം സാമ്രാജ്യമായ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ വിശേഷങ്ങൾ ക്രിസ്മസിൻ്റെ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ ക്രിസ്മസ് നന്നായിട്ട് ആഘോഷിച്ചോ? നല്ല അടിപൊളി ഒരു ക്രിസ്മസ് ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തേ. അപ്പോൾ നമുക്ക് ലൈഫിൽ ഓർത്ത് വെക്കാൻ ഇങ്ങനെ നല്ല കുറച്ച് മൊമെൻറ്റ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.